അപ്പോൾ നമുക്ക് 11ാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നീനുട്ടി പോവാണ്. അപ്പോൾ അധികം ലീവൊന്നും എടുക്കണില്ല. ഇനി എല്ലാ ലീവും പെരുന്നാൾക്ക് എടുക്കാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പെരുന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് തലേന്നൊരു ലീവ് കിട്ടണം, പിറ്റേന്നൊരു ലീവ് കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടും എന്തോ അറിയില്ല, മൈലാഞ്ചി ഇടണം അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ ലീവൊന്നും ചോദിക്കാതെ ഒറ്റ ദിവസം ലീവ് എടുത്ത് പിറ്റേന്ന് രാവിലെ തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇന്നത്തെ ഡ്യൂട്ടി സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 12 മണിക്കാണ് കേട്ടോ. അപ്പോൾ 12 മണിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 10 മണിക്ക് ഇറങ്ങണം. കാരണം 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. അവിടെ എത്തി ഒന്ന് ഫ്രഷ് ആവാനും യൂണിഫോം മാറ്റാനൊക്കെ ഉള്ള ടൈമും വേണമല്ലോ. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റു, ഒരു 8:30 ആയപ്പോൾ എണീറ്റു. ഞാൻ വേഗം ഡ്രസ്സൊക്കെ ഇന്നലെ രാത്രി തന്നെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ മുകളിൽ പോയി എടുത്തുകൊണ്ടുവന്ന് ഓളെ ബാഗിലൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി ഓൾ റെഡി ആയി എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോണ്ട് പിന്നെ ടൈം ടേബിൾ മാറി ഉച്ചയ്ക്ക് 2 മണിക്കാണെന്ന് പറഞ്ഞു. പിന്നെ ഓൾ കുറച്ച് നേരം കൂടി അവിടെ കിടന്നു. ഞാൻ പിന്നെ കുറച്ച് നേരം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കാരണം ടൈം ഉണ്ടല്ലോ, 10 മണിയിലായിട്ടുള്ളൂ. 11:30 വരെ 1.5 മണിക്കൂർ സമയമുണ്ട്. 1 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ തയ്ക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ മോൾക്ക് കയറിപ്പോയി കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ ഞാൻ ഇറങ്ങി വന്ന് ബാക്കി എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടോ എന്നൊക്കെ നോക്കി ബാഗ് ഒന്നും കൂടിയൊക്കെ ചെക്ക് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവളൊരു 11:35 ഇറങ്ങുകയാണ്. 11:45 ഒരു ബസ്സുണ്ട്. അപ്പോൾ സീറ്റ് കിട്ടണ്ടേ, നോമ്പൊക്കെയല്ലേ. അപ്പോൾ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോഴാണ് ഇതും എഴുന്നേറ്റ് വന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ മുഖം പൊത്ത, കാരണം ആകെ ഉള്ള മുടിയൊക്കെ പാടെ പൊന്തി ബഹിരാകാശത്ത് നിൽക്കണ മാതിരിയായിട്ടുള്ള മുടി മുകൾക്ക് ഇങ്ങനെ പൊന്തി വരും. അത്രയും നല്ല അടിപൊളി മുടിയാണ്. അപ്പോൾ കഴിഞ്ഞതാ അവള് പോയി, നീനൂട്ടി പോയി. അപ്പോൾ ഇന്ന് പെലച്ചക്ക് എണീറ്റിട്ടാണെങ്കിൽ ഞാൻ പിന്നെ കാര്യമായിട്ട് പണികളൊന്നും എടുത്തിട്ടില്ല. ഫുഡ് ഓൽക്കൊക്കെ കൊടുത്തു. ആ പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് ടേബിൾ മാത്രം ഒന്ന് തുടച്ചിട്ട് അതേപോലെ കിടന്നിക്കാണ് ചെയ്തത്. കാരണം നേരത്തെ എണീക്കണമല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ എന്ന് കരുതി അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികം ഒന്നും കിച്ചണൊന്നും ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നീനൂട്ടി അങ്ങോട്ട് പോയിട്ട് വേണം നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യാം. അതുവരെ ഓളപ്പം ഇങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതും ഇതാ എണീറ്റ് വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ വല്ല മുഖമൊക്കെ കഴുകണമെന്ന്. ഞാൻ സൺഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളില്ല. ഇനിയിപ്പോൾ നാളെ മുതൽ വീണ്ടും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. അപ്പോൾ ഓള് പല്ല് കഴുകാനും മുഖം കഴുകാനൊക്കെ പോയപ്പോൾ പിന്നെ ഞാൻ വേഗത കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് തുത്തു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഓൾ തീരെ വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തുത്തുവിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നോള് നേരത്തെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടാണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത്. ഇതവിടെ പിന്നെ അതിനനുസരിച്ച് ഒരു ഫ്ലാസ്കിൻ്റെ അടുത്തൊരു പിന്നെ ടിന്നൊക്കെ വെച്ചിട്ട് ഫോൺ അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് പണികളൊക്കെ ഇങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം മണി ആഡ് ചെയ്തു. പിന്നെ ഇന്നലെ ആരും വിളിക്കാത്തതുകൊണ്ട് തുത്തുവിനെ വീഡിയോ കോൾ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് ഗ്രൂപ്പ് കോൾ ചെയ്യൽ. അപ്പോൾ ഇന്നലെ ഓള് വിളിക്കാത്തതുകൊണ്ട് ഞാനും ഉമ്മയും കുറച്ച് നേരം സംസാരിച്ച് വേഗം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മണി വേഗം ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് നീനുട്ടി അവിടെ എത്തിയെന്നും പറഞ്ഞ് വിളിച്ചത്, അതായത് കോഴിക്കോട് എത്തിയെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഓള് അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അതാ മോളൂനെ വിളിച്ചു. മോളും ഇന്നലെ വിളിച്ചിട്ടില്ല കേട്ടോ. ഓളൊക്കെ പിന്നെ ഇന്നലെ ഒക്കെ ഇവിടെ മോളൂൻ്റെ അവിടെ ആരുടെ വീട്ടിലൊരു നോമ്പ് തുറ ഉണ്ടായിട്ട് ഒക്കെ അവിടെ നിന്ന് ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്നാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വീഡിയോ കോൾ ആയത്. 5 ആളുണ്ട് കണ്ടോ, എല്ലാവരും ഉണ്ട് വീഡിയോ കോളിൽ. അങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് പാത്രം കാര്യങ്ങളൊക്കെ കഴുകി ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയി കേട്ടോ. നീനുട്ടി ആദ്യം തന്നെ 2 അടിക്ക് ഡ്യൂട്ടി കയറാനാണ് ഓള് കയറിപ്പോയി. പിന്നെ മോള് ഓക്ക് ഐറൂസിൻ്റെ പിന്നെ പിത്തനോണ്ട് ഓളും ഫോൺ വെച്ചു. പിന്നെ എന്താ പറയുക, തുത്തൂനാണെങ്കിൽ ഇന്ന് കുട്ടികളെ മുടിയൊക്കെ വെട്ടാനുണ്ടായിരുന്നു. ഓളും വേഗം വെച്ചു. പിന്നെ കുറച്ച് നേരം ഞാനും ഉമ്മയും വർത്തമാനം പറഞ്ഞ് ഞങ്ങളും വെച്ച് അപ്പോഴേക്കും നമ്മുടെ കിച്ചണൊക്കെ ഇങ്ങോട്ട് ക്ലീനായി സെറ്റായി കേട്ടോ. പിന്നെ കുറച്ച് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അലക്കലിങ്ങനെ ചെയ്യണുണ്ടായിരുന്നു. കുറച്ച് അലക്കി പിന്നെ ഉണക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കുറച്ച് അലക്കുന്നുണ്ട്, കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗത അവിടെ വന്നപ്പോൾ നല്ല വെയിലല്ലേ, എല്ലാ ഡ്രസ്സും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഉണങ്ങിയതൊക്കെ കൊണ്ടുപോയി ഒന്ന് മടക്കി വെക്കാമെന്ന് കരുതി. ഇത് അവിടെ ഒക്കെ ഒരു ഉണങ്ങിയതൊക്കെ എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ വാതുക്കൽ തന്നെ ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമ്മിൻ്റെ കയ്യിൽ ഇതാ ഉണങ്ങിയതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇവിടെ വിരിച്ചിടുകയാണ്. ഇത് വൈറ്റ് ഡ്രസ്സുകളൊക്കെ ഞാൻ ഒരു വട്ടം അങ്ങനെ ഇന്നലെ രാത്രി കറക്കി വെച്ചതായിരുന്നു വൈറ്റ്. അപ്പോൾ അതൊക്കെ എന്താ ഇത് വെള്ളം ഇടുകയാണെങ്കിലൊക്കെ വെള്ളമായിരിക്കും കേട്ടോ. മുഴുവൻ കളറുകൾ കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ലൈറ്റ് കളേഴ്സൊക്കെ ഒരുമിച്ചാണ് ഇടുക. അപ്പോൾ അങ്ങനെ എല്ലാം അങ്ങോട്ട് വിരിച്ചിട്ടു കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ തുണിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ ഇതുമൂൻ്റെ പാൻറ് ഉണ്ടായിരുന്നു, വൈറ്റ് പാൻറ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അതങ്ങനെ ഒക്കെ അലക്കിയതൊക്കെ അങ്ങനെ നിർത്തിയിട്ടു കേട്ടോ. പിന്നെ എൻ്റെ ഷാളുണ്ട്, വെള്ള ഷാളുണ്ട്, ഒരു വീട്ടിൽ നിന്നിട്ട് അത് നീനുട്ടിൻ്റെ ജീൻസായിരുന്നു ആ വെള്ള. അതൊക്കെ അങ്ങനെ എല്ലാം വൈറ്റാണ്. അങ്ങനെയൊക്കെ തോരട്ടതിന് ശേഷം ഞാൻ വേഗം നമ്മൾ നേരത്തെ ഉണങ്ങിയത്
കൊണ്ടുവച്ചല്ലോ, അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ വലിയ പണികളൊന്നും ഇല്ലല്ലോ, ബാക്കി ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി 2:15 കാണുമെന്നു. ഇനി ഒരു 3 മണി വാങ്ങും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിക്ക് വന്നാൽ മതി. ഇതും കൂടിയാണ് മടക്കി വെച്ചിട്ട് പോയാൽ പിന്നെ പണികളൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കിച്ചണിക്ക്. അപ്പോൾ വേഗം വേഗം അതൊക്കെ ഇങ്ങോട്ട് മടക്കി അൽമറയിൽ കൊണ്ടേക്കാന്ന് കരുതി. ഇത് മോളുവിൻ്റെ ഡ്രസ്സാട്ടോള് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അലക്കാനിട്ട് പോയതാണ്. പിന്നെ ഇതായി കാണുന്നത് മോളുവിൻ്റെ ഡ്രസ്സാട്ടോ. ഇത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഐറൂസ് എന്ന് മൂത്രം വെച്ചിട്ട് അതിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ കഴിച്ചിട്ട് പോയതായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഒക്കെ അൽമറയിലൊക്കെ കൊണ്ടേ വെച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്നതാ 4:30ക്കാണ് പിന്നെ കിച്ചണിക്ക് കയറിയത് കേട്ടോ. 4:30ക്ക് കയറേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊരു 5 മണിക്കൊക്കെ കയറിയാൽ മതി. പക്ഷേ നമ്മൾ റിലാക്സ് ആയിട്ട് ആക്കും പോലെ ഇങ്ങനെ പണിയെടുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് 4:30ക്ക് തന്നെ കിച്ചണിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് ഞാൻ അങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. ചിക്കന് ബീഫ് ഇങ്ങനെ സംഭവങ്ങളൊന്നും ഇന്ന് വെള്ളത്തിലിട്ടിട്ടില്ല കേട്ടോ. ഞാൻ എഴുതി ഇന്ന് ഒരു 10 നോമ്പ് കഴിഞ്ഞ് 11ാമത്തെ നോമ്പായപ്പോൾ 10 ദിവസം നമ്മൾ ബീഫും ചിക്കനും ഇതൊക്കെ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഇന്ന് ഒരു മുട്ട എന്തെങ്കിലും ആക്കിയിട്ട് സിമ്പിളാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീസറുള്ളതൊന്നും വെള്ളത്തിലിടാനൊന്നും പോയില്ല. അപ്പോൾ ചെറുപയർ കൊണ്ട് എന്തെങ്കിലും ഒരു തേങ്ങയൊക്കെ ഇട്ടിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടാണ് നേരത്തെ പോയി കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇച്ചിരി ഉപ്പും കുറച്ചൊരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇനി പിന്നെ അതിന് ശേഷം നമുക്ക് ശർക്കര ഉരുക്കി പാരാന്ന് കരുതി വെന്തതിന് ശേഷം കേട്ടോ. അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചു. പിന്നെ മുട്ട പുഴുങ്ങാൻ വെക്കണം. പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം. തേങ്ങയൊന്നും പാരണ്ട, തേങ്ങാപ്പാലൊന്നും പാരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉള്ളി വാട്ടിയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇല്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ അവിടെ വന്ന് കിടന്ന് വേകുന്ന സമയം നമ്മളെടുത്ത് ആ മുട്ട പുഴുങ്ങാൻ വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്താൽ കൊണ്ടുവരുന്ന പാത്രമാണ് കേട്ടോ. അത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒതുങ്ങി നിന്നോളൂല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലാണ് ഞാൻ മുട്ട ഒക്കെ കൊണ്ടുപോയി വെക്കാറുള്ളത്. അപ്പോൾ ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ 3 ആളേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഒന്നും കൂടി എക്സ്ട്രാ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 4 മുട്ട പുഴുങ്ങാനെടുത്തു. പിന്നെ നമ്മൾ കറണ്ട് അടുപ്പുമേൽ അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞുണ്ടാക്കണം, പിന്നെ വാട്ടണം. പിന്നെ നമ്മൾ കലക്കിപ്പറന്ന അപ്പല്ലേ, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. പത്തിരി വേണ്ട, നെയ്ച്ചോറ് വേണ്ട, ഒന്നും വേണ്ട എന്നാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ കലക്കി പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ദോശ ഉണ്ടല്ലോ, ദോശ അങ്ങനെയൊക്കെയാണല്ലേ പറയാം, അതാണ് ഉണ്ടാക്കാനുള്ള പ്ലാൻ. അങ്ങനെ നമ്മൾ മുട്ട പുഴുങ്ങി വന്നപ്പോൾ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മാറ്റിയിട്ട് മുട്ട പുഴുങ്ങിയത് മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ തൊലിച്ച് അരിഞ്ഞ് വെക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കഴുകിയിട്ട് ഇങ്ങനെ അരിയാന്ന് കരുതി കുറച്ച് കൂടുതൽ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട്. കാരണം നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കറിയൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ തേങ്ങാപ്പാലൊന്നും പാരണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഉള്ളി വാട്ടി കുറച്ച് കൂടുതൽ ഉള്ളി തന്നെ എടുത്തിട്ടാണ് ഞാൻ ചെയ്യണത്. അങ്ങനെ നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ചെറുത് നൈസായിട്ട് ഇങ്ങനെ അരിയാണ്. അപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഇപ്പോൾ ഉള്ളി പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല ഇതാണ്, നല്ല അടിപൊളിയാണെന്നൊക്കെ അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ കുക്കറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ച് നോക്കി അതെങ്ങനെ അടിപൊളിയാണോ എന്ന്. അപ്പം നല്ല എന്താ പറയുക, നല്ല നൈസായിട്ട് സോഫ്റ്റായിട്ട് ഉള്ളി വാടാത്തൊരു പ്രശ്നമില്ലായിരുന്നു. നന്നായിട്ട് വാടി നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു പേടി, ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനൊക്കെ ആകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ട്രൈ ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് കേടെന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കി നോക്കിയില്ല. ഇനി നോമ്പ് കഴിയേണ്ട ഒരു ദിവസം കുക്കറിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം രാവിലേക്ക്. അതൊക്കെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, അത് വേറെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ചട്ടിയിൽ തന്നെ ഉള്ളി വാട്ടാൻ വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ ആദ്യത്തെ ഇട്ടവ തീ കൂട്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, ഇത്തിരി ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അടച്ച് വെച്ച് ചെറിയ തീയിൽ അങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ. അപ്പം നന്നായിട്ട് ഇങ്ങോട്ട് വാടി വന്നിട്ടുണ്ടായിരുന്നു. ഉള്ളി ഇങ്ങനെ ഒരു എണീറ്റിക്കുമല്ലോ ഉള്ളി, അങ്ങനെയൊന്നും ഇല്ലാതെ നന്നായിട്ട് വാടി വരുന്ന രീതിയിലാക്കിയത്. അപ്പം ജസ്റ്റ് ഒരു 3 മിനിറ്റോളം ഞാൻ ഇതേപോലെ നല്ല തീയിൽ ഇങ്ങനെ വാട്ടിയെടുത്തു. എന്നിട്ട് പിന്നെ അത് അടച്ച് വെച്ചിട്ട് തീ കുറച്ചൊരു 10-15 മിനിറ്റോളം അങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ തുറന്ന് നോക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വാടി വന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ചെറുപയർക്ക് ഇടാനുള്ള തേങ്ങ ചിരണ്ടി എടുക്കുകയാണ്. തൂമിക്കൊന്നും വേണ്ട, നല്ല നെയ്യിട്ട് തൂമിക്കല്ലേ കേട്ടോ എന്നാണ് പ്രത്യേക ഓർഡർ. അപ്പോൾ എന്തായാലും പോട്ടെ. നമുക്ക് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇതേപോലെ ഓട്സ് പിന്നെ നമ്മൾ ചെറുപയർ വെച്ചത് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും നമ്മളെ
ശർക്കര ഉരുക്കി വെച്ചതേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതാ ചിരകിയ തേങ്ങ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചതിൻ്റെ ഒരു തേങ്ങാപ്പാൽ പുറത്തേക്ക് വരുന്ന പോലെ കുഴച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ജസ്റ്റ് അങ്ങനെ ഇട്ടില്ല, കുറച്ച് തേങ്ങാപ്പാൽ അങ്ങോട്ട് വരട്ടേന്ന് കരുതി അങ്ങനെ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാലില്ലേ നമ്മൾ പിന്നെ ചായ ഉണ്ടാക്കുന്ന പാൽ അതും കുറച്ച് ഒഴിച്ചു കൊടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി ഇതാ അവിടെ കണ്ടോ, ഞാൻ കുറേശ്ശെ ചെറിയ തീയാക്കി ഇങ്ങനെ ഇളക്കി 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 വാട്ടിയെടുക്കട്ടെ. നന്നായിട്ട് വാടി ഇങ്ങനെ വരുന്നുണ്ട്, കാരണം ഒരു ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അധികം മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് മല്ലിപ്പൊടി ഒന്നും ഇട്ടില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മളെ ചിക്കൻ മസാല അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് സെറ്റാക്കി. പിന്നെ അതവിടെ അങ്ങനെ വേവുന്ന നേരം എന്താ പെട്ടെന്ന് നമ്മളെ മുട്ട പുഴുങ്ങിയത് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം എന്താ ഓരോന്നോരോന്നായിട്ട് തൊലിച്ച് നമ്മൾ ഈ ഇതേപോലെ റൗണ്ടായിട്ട് മുട്ട ഇട്ടാൽ ഇതുമൂന്ന് ഇഷ്ടമല്ല കേട്ടോ. കാരണം ഓക്ക് ഇങ്ങനെ പുഴുങ്ങിയ മുട്ട വലിയ താല്പര്യം, ഓക്ക് പൊരിച്ച മുട്ടയാണ് ഇഷ്ടം. പിന്നെ കറിയിൽ അങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒക്കെ എന്തോ പോലെയാണ്. അപ്പോൾ ഞാനത് നടു കട്ട് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ഉപ്പും മുളകും പിടിക്കുന്ന രീതിയിൽ ആക്കി കൊടുത്താൽ ഓൾ കഴിക്കുമോ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ഇതാ മുട്ട പുഴുങ്ങിയത് അങ്ങനെ പകുതി ആക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, വെന്ത ഉടനെ തന്നെ ഞാൻ നമ്മൾ അടുപ്പത്തു നിന്ന് മാറ്റി വെക്കൂലേ, മാറ്റി വെച്ച ഉടനെ തന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ചൊക്കെ നല്ല അടിപൊളി മഞ്ഞ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് കട്ട് ചെയ്തത് ഞാൻ ആ കറിയിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഉള്ളിയൊക്കെ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. അധികം ഇങ്ങനെ നമുക്ക് ഇളക്കാനും വയ്യല്ലോ, അതിൻ്റെ ഗുഞ്ചൊക്കെ പാടെ പുറത്ത് ചാടണ്ടെന്ന് കരുതിയിട്ട് ഉള്ളി ഇങ്ങനെ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് മുളകും ഇതൊക്കെ ഒന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി. മല്ലിച്ചപ്പും പുതിനയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ സൽക്കാരം കഴിഞ്ഞതോടുകൂടി മല്ലിച്ച പുതിനയൊക്കെ കഴിഞ്ഞു. ഇനി നാളെ ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ട് ഞാൻ പുറത്തൊന്നും പോയില്ല വാങ്ങാനൊന്നും. ഫ്രൂട്ട്സും ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നാളെ പോകാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അതുകൊണ്ട് മല്ലിച്ചപ്പില്ല. പിന്നെ ഞാൻ തീ കുറച്ച് വെച്ച് കുറച്ച് നേരം കൂടി നമ്മുടെ മുട്ട റോസ്റ്റ് അടുപ്പത്ത് വെച്ചിട്ട് ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ അതാ ലാസ്റ്റ് നമ്മുടെ അപ്പം ചുടലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 6 മണിയായപ്പോഴേക്കും നമ്മുടെ എല്ലാ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് നല്ല ഒരു സമാധാനപൂർവ്വമുള്ള ഒരു നോമ്പ് തുറയായിരുന്നു ഇന്ന്. കാരണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ ഹെവി ഫുഡ് തന്നെ കഴിച്ച് ചിക്കൻ ബീഫ് ഇതന്നെയല്ലേ. അപ്പം ഒരു മാറ്റം ആഗ്രഹിക്കാത്തവരാരുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ ഒരു സമാധാനം കുറച്ച്. ഇനിയിപ്പോൾ നാളെ എന്തായാലും ചിക്കനൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ഇന്ന് തന്നെ ഇതും പറയുന്നുണ്ട് ചിക്കൻ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നൊരു ദിവസമല്ലേ ഇതുമോന്നൊക്കെ പറഞ്ഞ് നിർത്തിക്കുകയാണ്. പിന്നെ നോമ്പ് വെക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങേറാണല്ലോ മക്കളെ. അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. മുട്ട റോസ്റ്റ് എനിക്കും ഇതുമൂന്നുള്ളത് മാത്രമാണ് കൊണ്ടുവയ്ക്കണത് കേട്ടോ. എന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ പോയതാണ്. മൂപ്പര് വരുമ്പോഴൊക്കെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിയും. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി വെച്ചു. പിന്നെ അപ്പം കറി, പിന്നെ ഒക്കെ ഈത്തപ്പഴം കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ, ആകെ വത്തക്കയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുകയാണ്. മൂപ്പർക്ക് ഒരു മധുരത്തിനൊക്കെ ആയതുകൊണ്ട് ഇതും അത് വേണ്ടാന്ന് പറഞ്ഞു. ഇതും ഞാനില്ലാതെ ലൈം ജ്യൂസ് പഞ്ചാര കിട്ട് നന്നായിട്ട് തണുത്ത ലൈം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ജ്യൂസ് ഒന്നും കുടിച്ചിട്ടില്ല. ഇന്ന് ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ നോമ്പ് തുറന്നൊരു 10 മണിക്കാണ് കിടക്കാൻ നേരമാണ് ഞാൻ മുട്ട കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ പിന്നെ നോമ്പ് തുറക്കുമ്പോഴേ മുട്ട ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കിടക്കാൻ നേരം മുട്ട കഴിക്കാൻ വയ്യല്ല. അതുകൊണ്ട് ഞാൻ ആ നേരം ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതിയിട്ട് ഈ സമയത്ത് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നല്ല ഒരു അപ്പവും ഒരു മുട്ടയും കഴിച്ചു. പിന്നെ ആ ചെറുപയറും കഴിച്ച് ഞാനങ്ങനെ നിർത്തി. പിന്നെ ഇതുമ്മു അതൊക്കെ നന്നായിട്ട് കഴിക്കുന്നതൊക്കെ ചെറുപയറൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ അതാ ഞങ്ങളെ കഴിപ്പൊക്കെ കഴിഞ്ഞു. ഇതുമ്മും ഞാനൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ ഫുഡ് അടിച്ച് കുറച്ച് കഴിഞ്ഞ് ഒരു സമയം നിസ്കാരമൊക്കെ കഴിഞ്ഞതാ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യണേ.